ആരാണ് സാർ ഈ ഫൈൻഡിങ്സ് ഒക്കെ സാറിനെ ചെയ്ത് ഏൽപ്പിച്ചത്? മാത്യു ഒന്ന് മനോഹരമായി പുഞ്ചിരിച്ചു. അഭിരാമി. വാട്ട്? ദർശൻ ഒരു ഞെട്ടലോടെ ചോദിച്ചു. അതേ ഞെട്ടൽ തന്നെ സ്വാതിക്കും ശ്രുതിക്കും ഉണ്ടായിരുന്നു. അഭിരാമി. സ്വാതിക്കും ശ്രുതിക്കും വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു വർക്ക് കൊടുത്താൽ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞും ചെയ്യാത്തതിന് ഇന്നും വഴക്ക് കേൾക്കുന്ന ഒരാൾ ഇത്രയും എഫേർട്ട് എടുത്തൊരു കാര്യം ചെയ്തിരിക്കുന്നു. അതും മാത്യു സാറും ദർശൻ സാറും പോലും ശ്രദ്ധിക്കാൻ വിട്ടുപോയ ഒരു കാര്യം. അവർ രണ്ടുപേരും പരസ്പരം നോക്കി. അപ്പോഴേക്കും ദർശൻ സംസാരിച്ചു തുടങ്ങി. ഐ കാൺ ബിലീവ് ഇറ്റ്. സാർ ചുമ്മാ പറഞ്ഞതാണോ? ഇടം കണ്ണിട്ട് അഭിരാമിയെ ഒന്ന് നോക്കിക്കൊണ്ട് ദർശൻ ചോദിച്ചു. അവൾ കണ്ണുകൂർപ്പിച്ച് ദർശനെയും തിരിച്ചു നോക്കി. ഞാൻ അങ്ങനെ ചുമ്മാ പറയുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ്. അഭിരാമിയാണ് ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചത്. ഇതുമാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ടെന്ന്. അതിനും അഭിരാമി തന്നെയാണ് കാരണം. ഗുഡ് ന്യൂസ്? അതെന്താണ് സാർ? അഭിരാമി പ്രൈം ഡിസൈനേഴ്സുമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അവരുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് മാത്യു സാർ, നമ്മളിത് നേരത്തെ അവരോട് സംസാരിച്ചതല്ലേ? ഒരു കോൺട്രാക്ട് ബേസ്ഡ് ബിസിനസ്സിന് അവർക്ക് താല്പര്യമില്ല എന്നല്ലേ അന്ന് അവർ നമ്മളോട് പറഞ്ഞത്? ദാറ്റ്സ് വൈ ഐ സെഡ് ഇറ്റ് ഈസ് ആൻ ഹാപ്പി ന്യൂസ് മാൻ. അവരിപ്പോൾ അതിന് തയ്യാറാണ്. അഭിരാമി തന്നെയാണ് എല്ലാം റെഡിയാക്കിയത്. ഇൻഫാക്ട് ഷീ ഹാസ് അറേഞ്ച്ഡ് എ മീറ്റിംഗ് ഫോർ യു വിത്ത് ദി കമ്പനി ഓണർ മിസ്റ്റർ വിവേക് മനോഹർ. റിയലി? യെസ് സാർ. നാളത്തേക്കാണ് ഞാൻ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആർ യു കംഫർട്ട് വിത്ത് ഇറ്റ് സർ? ദർശനെ ഒന്ന് ഇരുത്തി നോക്കി അഭിരാമി അത് ചോദിച്ചു. ഓഫ് കോഴ്സ് അഭിരാമി. ടൈം ആൻഡ് വെന്യൂ കൺഫേം ചെയ്തിട്ട് എന്നെ വിളിച്ചറിയിച്ചാൽ മതി. അഭിരാമി സ്വാതിയെയും ശ്രുതിയെയും ഒന്ന് പാളി നോക്കി പുരികം പൊക്കി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പെണ്ണുങ്ങൾ രണ്ടുപേരും കലക്കി എന്ന രീതിയിൽ തലയാനയ്ക്ക് കാണിച്ചു. അപ്പോഴേക്കും ഹരിദാസ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചു. ഓക്കെ, അപ്പോൾ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ. താൻ നാളെ അഭിരാമിയുമായി പോയി മിസ്റ്റർ വിവേകിനെ മീറ്റ് ചെയ്യണം. ബാക്കിയുള്ള പ്രൊസീജിയർ എന്നിട്ട് നമുക്ക് ആരംഭിക്കാം. മാത്യു, ഷാൾ വി ലീവ് നൗ? യെസ് സാർ. ഒരിക്കൽ കൂടി ദർശനോട് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങി. സാർ, എന്നാൽ ഞങ്ങളും? സ്വാതി മടിച്ച് ചോദിച്ചു. യെസ്. ദർശൻ അനുവാദം കൊടുത്തപ്പോൾ 3 പേരും പരസ്പരം ഒന്ന് നോക്കി അവിടുന്ന് പോവാനായി തിരിഞ്ഞു നിന്നു. അഭിരാമി ഒന്ന് നിൽക്കൂ. ദർശൻ പറഞ്ഞത് കേട്ട് 3 പേരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. നിങ്ങൾ 2 പേരും പോയിക്കോ, അഭിരാമി കുറച്ചു നേരം കഴിഞ്ഞു വരും. ദർശൻ അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റു 2 പേരും അവളെ ഒന്ന് നോക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അഭിരാമി ഇരിക്കേ. എന്താണ് സാർ? അഭിരാമി അവിടെ നിന്നുകൊണ്ട് തന്നെ ചോദിച്ചു. ഇരിക്കേ, പറയാം. അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൾ ഇരുന്നു കഴിഞ്ഞതും ദർശൻ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു. ഈശ്വരാ, പെട്ടോ. എന്തിനാണ് സാർ എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത്? മുഖം ഒരു വശത്തേക്ക് പകുതി ചിരിച്ച് പുരികങ്ങൾ പൊക്കി കണ്ണു വിടർത്തി എന്താണ് എന്ന ഭാവത്തിൽ അവൾ ദർശനെ നോക്കി ചോദിച്ചു. എന്താ നിന്റെ ഉദ്ദേശം? അതാദ്യം പറ. ഏ എന്തുദ്ദേശം? എനിക്ക് എന്തുദ്ദേശമാ സാർ? എന്താ ഉദ്ദേശിച്ചത്? വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അഭിരാമി പറഞ്ഞു. ഒരുപാടങ്ങ് നിഷ്കളങ്കത വാരി വിതരാതെ മോളെ. ഈ ഈ സാറ് എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ചമ്മിയ ചിരിയോടുകൂടി അഭിരാമി ചോദിച്ചു. എൻ്റെ അച്ഛനടക്കം എല്ലാവരും നിന്നെ വിശ്വസിച്ചിരിക്കും. പക്ഷേ എനിക്കറിയാം എന്തോ ഒന്ന് മനസ്സിൽ കാണാതെ നീ ഇങ്ങനെ ഒരു പണിക്ക് നിൽക്കില്ലെന്ന്. അതുകൊണ്ട് പറ, എന്താ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്? അഭിരാമി ഒന്ന് ദീർഘനിശ്വാസം വലിച്ചു. എന്തായാലും എൻ്റെ ദർശേട്ടൻ എന്നെ ഇത്രയെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. അഭിരാമി, ഞാൻ നിന്നോട് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്നെ ദർശേട്ടൻ എന്ന് വിളിക്കരുതെന്ന്. കാൾ മീ സർ. ചൂടാവാതെ ദർശൂട്ടാ, ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാ ഈ ബിൽഡപ്പ്? അത് പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തായാലും എനിക്ക് ദുരുദ്ദേശമൊന്നുമില്ല. എല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. തൽക്കാലം എനിക്കിപ്പോൾ അത്രേ പറയാൻ പറ്റൂ. ബാക്കി നാളെ മീറ്റിങ്ങിന് ശേഷം ഞാൻ വിശദീകരിക്കാം. കുറച്ചു നേരം അവളെ ഒന്ന് നോക്കിയതല്ലാതെ അവനൊന്നും പറഞ്ഞില്ല. എന്നാൽ ഞാൻ പോട്ടെ ദർശൂട്ടാ. കുറച്ചുനാൾ ഇതിൻ്റെ പുറകെ ആയതുകൊണ്ട് കുറേ വർക്ക് പെൻഡിങ് ഉണ്ട്. അതെല്ലാം തീർക്കട്ടെ. അഭിരാമി. പല്ല് രണ്ടും കൂട്ടിപ്പിടിച്ച് ദേഷ്യത്തിൽ ദർശൻ വിളിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഫയലും പൊക്കിപ്പിടിച്ച് അഭിരാമി ഇറങ്ങിയോടി. അവൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ മുഖത്തുണ്ടായിരുന്ന ദേഷ്യം താനെ മാറി പതുക്കെയൊരു പുഞ്ചിരി വിടർന്നു ചുണ്ടിൽ. 2 ദിവസം ഇല്ലായിരുന്നത് കൊണ്ട് കുറച്ചധികം പെൻഡിങ് വർക്ക്സ് തീർക്കാനുണ്ടായിരുന്നു ദർശന്.
അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാണ് ദർശനും അച്ഛനും വീട്ടിലെത്തിയത്. സാധാരണ വൈകി വരുന്ന ദിവസങ്ങളിൽ വാതിൽക്കൽ രാധിക കാത്തു നിൽക്കാറുണ്ട്. എന്നാൽ ഇന്ന് പതിവ് വൈകി വരുന്നതിനേക്കാൾ കൂടുതൽ താമസിച്ചിട്ടും വാതിൽക്കൽ രാധികയെ കാണാത്തത് കൊണ്ട് സംശയത്തോടെയാണ് രണ്ടുപേരും അകത്തേക്ക് കയറിയത്. ലിവിംഗ് റൂമിലേക്ക് കയറി ഇരുവരും അവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടി പരസ്പരം നോക്കി നിന്നു. ദർശൻ നോക്കുമ്പോൾ ഹാളിൽ TV കണ്ടിരിക്കുകയാണ് ദേവിയും രാധികയും. നെറ്റ്ഫ്ലിക്സിൽ എന്തോ സിനിമ കാണുകയാണ് രണ്ടുപേരും. 1 വർഷം മുൻപ് വരെ ഇതൊരു സ്ഥിരം കാഴ്ച തന്നെയായിരുന്നു. കൊള്ളാലോ, വീടോടുകൂടി പൊക്കിക്കൊണ്ടു പോയാൽ പോലും രണ്ടുപേരും അറിയില്ലല്ലോ. ദർശന്റെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് ഹരിദാസ് ചോദിച്ചു. ഹരിദാസിന്റെ സംസാരം കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കിയ രാധിക ദർശനെയും ഹരിദാസിനെയും കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. ആ, നിങ്ങൾ എത്തിയോ? കൊള്ളാം, നല്ല ബെസ്റ്റ് ചോദ്യം. ഞങ്ങൾ ഇത്രയും വൈകി വന്നിട്ടും എത്തിയോ എന്നാണ് അമ്മ ചോദിക്കുന്നത്. ദർശൻ പറയുന്നത് കേട്ട് രാധിക ക്ലോക്കിലേക്ക് നോക്കി. ഓ, ഇത്രയും നേരായോ? ദൈവമേ, സിനിമ കണ്ടിരുന്ന് നേരം പോയത് കൂടി അറിഞ്ഞില്ല. ഇരിക്ക്, ഞാൻ ചായ എടുക്കാം. അവരോട് അങ്ങനെ പറഞ്ഞ് ചായ എടുക്കാനായി അവർ അടുക്കളയിലേക്ക് പോയി. പുഞ്ചിരിയോടെ തങ്ങളെ നോക്കുന്ന ദേവിയുടെ അടുത്തേക്കായി വന്ന് ദർശൻ ഇരുന്നു. രണ്ടാളും കൂടെ പുറത്തു പോയി അല്ലേ? അത്യധികം സന്തോഷത്തോടെ അവൻ ചോദിച്ചു. അമ്മ ഏട്ടനെ വിളിച്ചിരുന്നല്ലോ, കിട്ടാതായപ്പോഴാ മെസ്സേജ് ഇട്ടത്. തിരക്കിലായിപ്പോയി മോളെ, 2 ദിവസം ഇല്ലാതിരുന്നതല്ലേ. അമ്മയുടെ മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. പിന്നെ അച്ഛനും പറഞ്ഞു കാര്യം. എന്തായാലും നന്നായി, ഏട്ടന് സന്തോഷായി. അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി. പിന്നെയൊരു കാര്യം പറയാൻ വിട്ടു ഞാൻ. ഞങ്ങൾ വരുന്ന വഴിക്ക് കോളേജിൽ കയറി സീതാറാം സാറിനെ കണ്ടിരുന്നു. എനിക്ക് MSc ജോയിൻ ചെയ്യണമെന്ന് സാറിനോട് ഞാൻ പറഞ്ഞു. ആൾക്ക് വലിയ സന്തോഷമായി. ക്ലാസ് തുടങ്ങിയിട്ട് 1 മാസമായി. എന്നാലും വേണ്ടതെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച ചെല്ലാൻ പറഞ്ഞിരിക്കുക. ആണോ? എന്നിട്ട് അതിനെക്കുറിച്ചൊന്നും അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ. ഹരിദാസ് ദേവിക്കടുത്തായി വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. ഞാനാ പറയേണ്ടെന്ന് പറഞ്ഞത്. വരുമ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. തലയൊക്കെ ഇളക്കി പണ്ടത്തെ പോലെ കൊഞ്ചിക്കൊണ്ടുള്ള അവളുടെ വർത്താനം കേട്ടപ്പോൾ സ്നേഹത്തോടെ ഹരിദാസ് അവളുടെ നെറുകയിൽ തലോടി. ഈ നിമിഷം വരെ അച്ഛൻ്റെ ഉള്ളിൽ ഒരു പെടപ്പായിരുന്നു. മോള് സന്തോഷത്തോടു കൂടിയാ പുറത്തേക്ക് പോകാൻ വന്നതെന്ന് അമ്മ പറഞ്ഞിരുന്നു. എന്നാലും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാണെന്നൊരു തോന്നൽ അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിന്റെ ഈ സന്തോഷം കാണുമ്പോൾ അച്ഛനത് നന്നായെന്ന് തോന്നുന്നു. നിങ്ങളൊക്കെയും ഇത്രയും നാളും വിഷമിപ്പിച്ചു എന്നുള്ള ഒരു സങ്കടം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ അച്ഛാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ഹരിദാസിനെ ഇറുകെ പുണർന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ദർശൻ ആ കാഴ്ച കണ്ട് തൻ്റെ കൈപ്പത്തിക്കൊണ്ട് കണ്ണുകൾ തുടച്ച് അവർക്കടുത്തേക്ക് നിന്നു. ദേ, നേരം വെളുത്തപ്പോൾ തുടങ്ങിയ വെറുപ്പിക്കലാട്ടോ എല്ലാവരും കൂടെ. ഇതിപ്പോൾ ബോറാവുന്നുണ്ട്. രണ്ടുപേരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാതെ മാറിയിരുന്നേ. ദർശൻ ഹരിദാസിനെയും ദേവിയെയും മാറ്റി മാറ്റി ഇരുത്തി. അവൻ്റെ ആ കാട്ടായം കണ്ട് അവർക്ക് ചിരി വന്നു. ചായയുമായി അവിടേക്ക് വന്ന രാധികയും ഇതൊക്കെ കണ്ട് ചിരിച്ചു. ചായ കുടിക്കുന്നതിനിടയ്ക്ക് കോളേജിൽ പോയപ്പോഴുള്ള വിശേഷങ്ങൾ ഒന്നുകൂടി ദേവി ദർശനും ഹരിദാസിനുമായി പങ്കുവെച്ചു. പിന്നെയും അവർ ഓരോരോ വിശേഷങ്ങൾ അവരുമായി സംസാരിച്ചു. കുടിച്ച ചായയുടെ കപ്പ് ഡൈനിങ് ടേബിളിലായി വെക്കാൻ നടന്ന ഹരിദാസ് പൂജാമുറിയിൽ നിന്നും കീർത്തനം കേൾക്കുന്ന ശബ്ദം കേട്ട് രാധികയോട് ചോദിച്ചു. അല്ല, സിനിമ കണ്ടിരുന്ന് നേരം ഇരുട്ടിയതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നീ വിളക്കെപ്പോൾ വെച്ചു? ഞാനല്ല വിളക്ക് വെച്ചത്, കല്ലുമോളാവും. അവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന മാലതിയുടെ മകളാണ് കല്ലു എന്ന കല്യാണി. അപ്പോഴാണ് അടുക്കളയിൽ നിന്നും ഒരു കൊച്ചു സുന്ദരി പുറത്തേക്ക് വന്നത്. കണ്ടാൽ ഒരു 16-17 വയസ്സ് തോന്നിക്കും. നന്നേ വെളുത്ത് മെലിഞ്ഞ രൂപം. ഒരു കരിമ്പച്ച നിറത്തിലുള്ള പട്ടുപാവാടയും ബ്ലൗസുമാണ് അവൾ ഉടുത്തിരുന്നത്. വിളക്ക് വെച്ചതിന് ശേഷം നെറ്റിയിൽ തൊട്ട ഭസ്മം ആ മുഖത്തിന് അഴകു കൂട്ടി. ഞാനാ വിളക്ക് വെച്ചത് ദാസൻ മാമ. നിങ്ങൾ ഇതുവരെ പോയില്ലേ മോളെ? ദേവി ചേച്ചി പറഞ്ഞു കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന്. ഒരല്പം പരിങ്ങലോടെ കല്ലു പറഞ്ഞു. ഹരിദാസൻ ഒരു ആക്കിയ ചിരിയോടെ ദേവിയെ നോക്കി ചോദിച്ചു. അപ്പോൾ എന്താ ഇന്ന്? ചിക്കിങ്ങോ അൽഫാമോ? പണ്ട് മുതലേ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങുന്ന ദിവസങ്ങളിൽ ദേവി കല്യാണിക്ക് കൂടിയുള്ള പങ്ക് കൊടുത്തിട്ട് അവരെ വിടാറുള്ളൂ. KFC ആച്ച, ഇപ്പോൾ എത്തും. ദാസമ്മാമയ്ക്ക് കഞ്ഞിയാണോ ചപ്പാത്തിയാണോ വേണ്ടേ എന്ന് അമ്മ ചോദിച്ചു. ഓഹ്, ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കേണ്ട മോളെ, ഞാനും ഇത് കഴിച്ചോളാം. കുറച്ച് നാളായില്ലേ ഇതൊക്കെ കഴിച്ചിട്ട്. അല്ല, നിന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്കൊന്നും കാണാറില്ലല്ലോ. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല ദാസമാമേ, പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാ വരാതിരുന്നത്. പിന്നെ
പഠിക്കാനുണ്ടായിരുന്നത് കൊണ്ടൊന്നുമല്ല. ഞാൻ ആരോടും മിണ്ടാതെ മുറിയും അടച്ചിരുന്നപ്പോൾ അവൾക്ക് മടിയായി ഇങ്ങോട്ട് വരാൻ. അതല്ലേ പെണ്ണെ കാര്യം. അവളൊരു ചമ്മിയ ചിരി ചിരിച്ചു. എന്തായാലും ഇനി പഴയ പോലെ വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഞങ്ങൾക്ക് കുറച്ച് റീൽസ് എടുക്കാനുള്ളതാ അല്ലേടി? ഒരു കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് ദേവി പറഞ്ഞു. ഈ വക പണിക്കൊക്കെ നല്ല ആരെങ്കിലും നോക്കിയാൽ പോരെ മോളെ. ഇവളെയൊക്കെ വെച്ച് എടുത്ത് കുളമാക്കണോ? ദർശൻ കല്യാണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പോ ദർശേട്ടാ. അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി ചവിട്ടിത്തുള്ളിക്കൊണ്ട് കല്യാണി അടുക്കളയിലേക്കോടി. അവളുടെ ആ പോക്ക് കണ്ട് അവർക്ക് ചിരിക്കാതിരിക്കാനായില്ല. അടുക്കളയിലേക്ക് ഓടിപ്പോയി കല്യാണി നേരെ അമ്മയെ ചെന്ന് കെട്ടിപ്പിടിച്ചു. ഈ പെണ്ണിതെന്താ? ഒരു അടക്കവുമില്ല ഒതുക്കവുമില്ല. തരുന്നുണ്ട് ഞാൻ നല്ലത്. മുതുക്കിയായി ചുറ്റിയിരിക്കുന്ന അവളുടെ കൈ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് മാലതി പറഞ്ഞു. എന്നാൽ അവൾ വിതുമ്പുകയാണെന്ന് മനസ്സിലായപ്പോൾ മാലതി ഒന്ന് അമ്പരന്നു. ദർശൻ മോൻ കളിയാക്കിയതിനാണോ ഈ കരയുന്നത്? നീയും ഒട്ടും മോശമല്ലല്ലോ. തക്കം കിട്ടുമ്പോൾ നീയും തിരിച്ച് കളിയാക്കാറില്ലേ? ഇതെന്താ ഒരു പുതുമ? ഒന്ന് പോവമ്മ. ദർശേട്ടൻ കളിയാക്കിയതൊന്നുമല്ല ഞാൻ കരഞ്ഞത്. വിതുമ്പൽ അടക്കിക്കൊണ്ട് കല്ലു പറഞ്ഞു. പിന്നെ എന്തിനാ എൻ്റെ കുട്ടി കരഞ്ഞത്? അമ്മ കണ്ടില്ലേ ദേവിയേച്ചി ഇന്ന് എന്നോട് എന്തോരം സംസാരിച്ചത്. എത്ര നാളായി ദേവിയേച്ചി എന്നോട് ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിച്ചിട്ട്. എനിക്ക് സന്തോഷമായി അമ്മ. ഒരുപാട് സന്തോഷമായി. ഇതിനാണോ നീ കരഞ്ഞത്? അമ്മ കണ്ടു. അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി. എന്തോരം വിഷമിച്ചു എൻ്റെ ദേവിയേച്ചി. ഇനി നോക്കിക്കോ, ദേവിയേച്ചി വിഷമിക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ പഴയതുപോലെ അടിച്ചു പൊളിക്കും. ഈ പെണ്ണ് എന്നെ കരയിക്കും. വിതുമ്പിയുള്ള അവളുടെ പരച്ചിൽ കേട്ട് മാലതിക്കും വിഷമം വന്നു. അവൾ കാണാതിരിക്കാൻ അവരും കണ്ണു തുടച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് അടുക്കളയ്ക്ക് പുറത്തായി നിന്നിരുന്ന രാധികയും കണ്ണു തുടച്ചു. ചിറ്റെടുത്ത് കുടുംബവുമായി മാലതിക്ക് വെറും ജോലിക്കാരി എന്നൊരു ബന്ധം മാത്രമല്ല ഉള്ളത്. മാലതിയുടെ അമ്മ ഭവാനി അമ്മയായിരുന്നു ആദ്യം അവിടെ ജോലിക്കുണ്ടായിരുന്നത്. രാധിക ദർശനെ പ്രസവിച്ചു കിടന്ന സമയത്ത് അവരെ നോക്കാൻ വന്നതായിരുന്നു ഭവാനി അമ്മ. 3 മാസത്തേക്ക് നോക്കാൻ വന്നതായിരുന്നുവെങ്കിലും അവരുടെ നല്ല പെരുമാറ്റവും സ്നേഹവും കണ്ട് ഹരിദാസ് അവരെ 6 മാസത്തേക്ക് നിർത്തി. ആ സമയത്ത് അവിടെ ജോലി ചെയ്തിരുന്ന സ്ത്രീക്ക് അത്യാവശ്യമായി ജോലി ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു. അങ്ങനെയാണ് ഹരിദാസ് അവരോട് അവിടെ നിൽക്കുമോ എന്ന് ചോദിച്ചത്. തന്നെ അമ്മയെപ്പോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഹരിദാസിനും രാധികയ്ക്കുമൊപ്പം നിൽക്കുവാൻ ഭവാനി അമ്മയ്ക്കും സന്തോഷമായിരുന്നു. അങ്ങനെ ഭവാനി അമ്മ അവിടുത്തെ ജോലിക്കാരിയായി. സ്വന്തമായി ഒരു വീടില്ലാത്തതുകൊണ്ട് ബന്ധുവീടുകളിൽ നിർത്തിക്കൊണ്ടിരുന്ന ഏക മകൾ മാലതിയെ ഹരിദാസ് അവർക്കൊപ്പം കൂട്ടി. പിന്നീട് അവരുടെ വീടിന് അധികം ദൂരെയല്ലാത്ത ഒരിടത്ത് ഭവാനി അമ്മയ്ക്ക് ഒരു ചെറിയ വീടും പണിതു കൊടുത്തു. പിന്നീട് മാലതിയുടെ വിവാഹ സമയത്തും വേണ്ട രീതിയിലുള്ള സഹായങ്ങളെല്ലാം ചെയ്ത് ഹരിദാസും കുടുംബവുമായിരുന്നു. ഈ സ്നേഹവുമെല്ലാം മാലതിക്കും ആ കുടുംബത്തിനോടുണ്ട്. ആലോചനകളിൽ മുഴുകി നിന്നിരുന്ന മാലതി കല്ലുവിനെ മുന്നിലേക്കായി നിർത്തി കൈകൾ കൊണ്ട് മുഖത്ത് പിടിച്ചു. മോള് പറഞ്ഞത് ശരിയാ. ഇനി ദേവിമോള് കരയില്ല. ഈ കുടുംബത്തിലുള്ളവർക്ക് സങ്കടത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇനി അവർ സന്തോഷിക്കും. നമുക്കും പ്രാർത്ഥിക്കാം അതിനു വേണ്ടി. കണ്ണുകൾ തുടച്ചുകൊണ്ട് കല്ലുവും തലയാട്ടി. ആ അമ്മയും മോളും ഇവിടെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണോ? പെണ്ണെ, അവിടെ ഭക്ഷണം വന്നിട്ടുണ്ട്. പോയി ദേവിമോളെ അതെല്ലാം എടുത്തു വെക്കാൻ സഹായിക്ക്. മൂളിക്കൊണ്ട് കല്ലു അകത്തേക്ക് പോയി. അവള് വലിയ സന്തോഷത്തിലാ. ദേവിമോള് ഒരുപാട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ എല്ലാം കേട്ട് മാലോ. ചേച്ചി നോക്കിക്കോ, ഇനിയെല്ലാം പഴയതുപോലെയാകും. ഞാനും അങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നത്. പിന്നെ ആ പെണ്ണിലെ അഭിരാമി, അവിടെ വരവും കൂടി ഒന്ന് നിൽക്കണം. എന്നാലേ എല്ലാം ശരിയാകൂ. ദർശൻ മോൻ ചെന്നൈക്ക് പോയ അന്ന് എന്തൊക്കെയാ പെണ്ണിവിടെ വന്ന് കാട്ടിക്കൂട്ടിയത്. അവൾ ഇവിടെ വരുന്നത് എനിക്കിഷ്ടമൊന്നുമല്ല. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ദാസേട്ടനെ പിടിക്കില്ല. അതുകൊണ്ടാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ. അമ്മേ, ദർശേട്ടൻ നമ്മളെ കൊണ്ടുപോകാൻ വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇറങ്ങാ എന്നാ. അവർക്കടുത്തേക്കായി നടന്നു വന്നുകൊണ്ട് കല്ല് പറഞ്ഞു. അവളുടെ കയ്യിൽ ഒരു കവറും ഉണ്ടായിരുന്നു. എന്തിനാടി പെണ്ണെ ആ കൊച്ചിനെ ബുദ്ധിമുട്ടിച്ചത്? ഓഫീസ് കഴിഞ്ഞ് വന്നതല്ലേ. ഓ, അവള് പറഞ്ഞിട്ടൊന്നും ആവില്ല. നിങ്ങൾ വൈകി പോകുമ്പോൾ ഒറ്റയ്ക്ക് വിടാൻ ദാസേട്ടൻ സമ്മതിക്കില്ലല്ലോ. ഇനിയിപ്പോൾ എല്ലാ ദിവസവും വൈകി പോകേണ്ടി വരും. നാളെ തൊട്ട് ചെടികളൊക്കെ ഒന്ന് ശരിയാക്കാൻ കയറണമെന്നാ ദേവിയേച്ചി പറഞ്ഞത്. ഈ പെണ്ണ് ഭൂമിയിലൊന്നുമല്ല, മാലതി കളിയാക്കുന്ന പോലെ പറഞ്ഞു. വേഗം വാ, അച്ഛനവിടെ കാത്തിരിപ്പുണ്ടാവും. മാലതി പോകാൻ ധൃതി കൂട്ടി. ഓ, അച്ഛനറിയാം നമ്മൾ ഇവിടെ ഉണ്ടെന്ന്. പിന്നെന്തിനാ പേടിക്കുന്നത്? മറ്റന്നാളല്ലേ ഭവാനിയമ്മയുടെ ആണ്ട്. അതേ ചേച്ചി, എത്ര പെട്ടെന്നാ വർഷങ്ങൾ കടന്നു പോയത് അല്ലേ? അമ്മ പോയിട്ട് 3 വർഷമായി എന്ന് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. അതെ,
വിവാഹശേഷം മാലതി ഭർത്താവിൻ്റെ ഒപ്പം അവരുടെ നാട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. മാലതിയുടെ ഭർത്താവ് വിജയൻ ഒരു ഡ്രൈവറായിരുന്നു. സ്വന്തമായി വീടൊന്നും ഇല്ലായിരുന്നുവെങ്കിലും സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു അവർ അവിടെ കഴിഞ്ഞിരുന്നത്. പക്ഷേ 8 വർഷങ്ങൾക്ക് മുൻപ് വിജയനൊരു ആക്സിഡന്റ് പറ്റി. ഒരുപാട് ചികിത്സയ്ക്ക് ശേഷം ആൾ എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങി. പക്ഷേ ആൾക്ക് പഴയ പോലെ ജോലി തുടരാൻ പറ്റാത്ത അവസ്ഥയായി. വീട് വാടകയും കല്യാണിയുടെ പഠിപ്പുമെല്ലാം ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ ഭവാനിയമ്മ അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അന്നു മുതൽ മാലതിയും ഭവാനിയമ്മയ്ക്കൊപ്പം ചിറ്റയിടത്ത് സഹായത്തിന് വരാൻ തുടങ്ങി. 5 വർഷങ്ങൾക്ക് മുൻപ് പ്രായത്തിൻ്റെതായ അസ്വസ്ഥതകൾ മൂലം ഭവാനിയമ്മയ്ക്ക് വരാൻ പറ്റാതെയായി. പിന്നീട് മാലതി ഒറ്റയ്ക്കായി വരവ്. ഇടയ്ക്കൊക്കെ സ്കൂൾ കഴിഞ്ഞു എത്തുമ്പോൾ കല്യാണി ഇങ്ങോട്ട് വരും. പിന്നീട് 2 പേരും ഒന്നിച്ചാണ് വീട്ടിലേക്ക് പോകാറ്. ഭവാനിയമ്മയുടെ മരണത്തിന് ശേഷം കല്യാണി എന്നും ഇങ്ങോട്ട് വരും. മാലതിയെയും കല്യാണിയെയും വീട്ടിലാക്കി ദർശൻ വന്നതിന് ശേഷം അവരെല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. പണ്ടത്തെ പോലെ തമാശകൾ പറഞ്ഞും കളിയാക്കിയുമൊക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടി അവർ ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിന് ശേഷം വീടിൻ്റെ സിറ്റൗട്ടിലിരുന്ന് അന്നത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്ത് ദർശൻ അന്ന് ഓഫീസിലുണ്ടായ കാര്യങ്ങൾ രാധികയോടും ദേവിയോടും പറഞ്ഞു. 2 പേർക്കും ഒന്നും അത്ര വിശ്വസിക്കാനൊന്നും പറ്റിയില്ല. പ്രത്യേകിച്ച് അഭിരാമിയാണ് എല്ലാം ചെയ്തതെന്ന് കേട്ടപ്പോൾ. ഒരുപാട് നേരത്തെ സംസാരങ്ങൾക്ക് ശേഷം ഹരിദാസ് എല്ലാവരെയും നിർബന്ധിച്ച് കിടക്കാൻ അയച്ചു. അഭിരാമിയെ വിളിച്ച് വിവേക് മനോഹരനെ എപ്പോഴാ മീറ്റ് ചെയ്യേണ്ടതെന്ന കാര്യം ഉറപ്പുവരുത്തിയാണ് ദർശൻ കിടക്കാൻ പോയത്.